ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ 2ാമത്തെ യൂണിറ്റാണ് കേട്ടോ. വിൻഡ്സ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്ന യൂണിറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മനോഹരമായിട്ടുള്ള ഒരു APJ അബ്ദുൽ കലാമിൻ്റെ കോട്സ് ഉണ്ട് കേട്ടോ. ആസ് യങ് സിറ്റിസൺ ഓഫ് ഇന്ത്യ, ആംഡ് വിത്ത് ടെക്നോളജി, നോളജ് ആൻഡ് ലവ് ഫോർ മൈ നാഷൻ, ഐ റിയലൈസ് എ സ്മോൾ എയിം ഈസ് എ ക്രൈം. അല്ലേ, എന്താണ് പറയുന്നത്? APJ അബ്ദുൽ കലാം പറയുന്നുണ്ട്, അതായത് നമ്മളെ ഇന്നത്തെ ടെക്നോളജിയും ഒക്കെ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുള്ള അറിവും എല്ലാം ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുള്ള ഇന്ത്യയിലെ നമ്മളെ യങ് സിറ്റിസൺ ആയിട്ടുള്ള എനിക്ക് ഐ റിയലൈസ് സ്മോൾ എയിംസ് ഈസ് എ ക്രൈം. ഈ ചെറിയ എയിംസ് എന്ന് പറയുന്നത് ഒരു കുറ്റകരമാണ് എന്നാണ് പറയുന്നത്. അതായത് എന്താണ് പറയുന്നത്? വലിയ എയിംസാണ് നമുക്ക് വേണ്ടത് എന്നാണ് APJ അബ്ദുൽ കലാമിൻ്റെ ഈ കോഴ്സിലൂടെ പറയുന്നത്. അടുത്ത ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ദ സീക്രട്ട് ഓഫ് ഗെറ്റിംഗ് അഹെഡ് ഈസ് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്. മാർക്ക് ട്വെയിൻ എന്താ പറയുന്നത് ഇതിൽ? നമ്മുടെ സ്വപ്നങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഗെറ്റിംഗ് സ്റ്റാർട്ട്, അത് സ്റ്റാർട്ട് ചെയ്യാണ് വേണ്ടത്, അല്ലാതെ നമ്മളത് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയല്ല വേണ്ടത്. ആ ഒരു എയിംസിലേക്ക്, ആ ഒരു ഡ്രീംസിലേക്ക് നമ്മളെന്ത് ചെയ്യണം? അതിലേക്ക് സ്റ്റാർട്ട് ചെയ്യണം. ആ ഡ്രീം ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ, അത് എനിക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങണം എന്നാണ് ഇതിൽ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ഒരു ചെറിയൊരു കാർട്ടൂൺസ് തന്നിട്ടുണ്ട് അല്ലേ. ആരെയാണ് അവിടെ കാണുന്നത്? ഒരു അമ്മയും ഒരു മോളും തന്നിട്ടുള്ള ഒരു ചെറിയൊരു കാർട്ടൂൺസ് കാണുന്നുണ്ട്. അതൊന്ന് നോക്കാം. എന്താണ് അമ്മ പറയുന്നത്? വാട്ട് ആർ യു ഡ്രീമിങ് ഓഫ്? എന്താണ് നീ ഡ്രീം കാണുന്നത്, സ്വപ്നം കാണുന്നത്? ഡ്രീമിങ് ഓഫ് മൈ ഡ്രീംസ്. എൻ്റെ സ്വപ്നമാണ് ഞാൻ കാണുന്നതെന്ന് ആ കുട്ടി പറയുന്നുണ്ട് അല്ലേ. ഇനി ചോദിക്കുന്നുണ്ട്, വി ഹാവ് ഡിഫറെൻറ്റ് ഡ്രീംസ് ആൻഡ് ഡിസയർ ദാറ്റ് ഹെൽപ്പ് us അച്ചീവ് സക്സസ് ആൻഡ് ഫുൾഫിൽമെൻറ്റ് ഇൻ ലൈഫ്, ഡോണ്ട് വി? നൗ ടേക്ക് എ ലുക്ക് അറ്റ് ദ പിക്ചർ. അല്ലേ, എന്താണ് അവിടെ കൊടുത്തിട്ട്? എല്ലാവർക്കും പലതരത്തിലുള്ള ഡ്രീംസ് ആയിരിക്കും അല്ലേ, പലതരത്തിലായിരിക്കും, എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല. അപ്പോൾ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. വാട്ട് ഡസ് ദ മദർ ആസ്ക് ഹെർ ഡോട്ടർ? എന്താണ് ഡോട്ടറോട്, ആ മോളോട് എന്താണ് അമ്മ ചോദിക്കുന്നത്? എന്താ ചോദിക്കുന്നത്? നീ എന്താ സ്വപ്നം കാണുകയാണോ? എന്ത് സ്വപ്നം നീ കാണുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. വാട്ട് ഈസ് ദ ഗേൾ റിപ്ലൈ പറയുന്നത്? ഞാൻ എൻ്റെ ഡ്രീംസാണ് ഞാൻ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. ഡസ് ദ ഗേൾസ് റെഫർ ടു ദ ഡ്രീം she had while sleeping? Justify your response. Do you have such dreams? Have you ever thought about your dreams career? അല്ലേ, നിങ്ങളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡ്രീംസ് ഉണ്ടോ? Now think of a career choice and note them down. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അല്ലേ ഓരോ കരിയർ ഉണ്ടാവും, ഭാവിയിൽ എന്താവണം. ഇപ്പോൾ നിങ്ങൾ 9ാം ക്ലാസ്സിലായി, അപ്പോൾ എന്തായാലും നമ്മൾ ഭാവിയെക്കുറിച്ച് എനിക്ക് ഏതൊക്കെ അച്ചീവ് ചെയ്യണം എന്നൊക്കെ ചിന്തിക്കേണ്ട സമയമായിട്ടുണ്ട്. ടെൽ ദ ക്ലാസ് അബൌട്ട് യുവർ ഡ്രീംസ് കരിയർ ആൻഡ് ഹൗ യു വിഷ് ടു അക്കംപ്ലിഷ് ഇറ്റ്. അപ്പോൾ നിങ്ങൾക്കുള്ള ആഗ്രഹങ്ങളെക്കുറിച്ചും അതെങ്ങനെ സാധിക്കുമെന്നതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. Most of people dream of the safe and secure life. However, there are some who dedicated their lives to the service of others. For then, individual presents are insignificant. Can you name the few who strove for common cause? എന്താണ് അവിടെ പറയുന്നത്? അതായത് നമ്മുടെ സ്വന്തം താല്പര്യങ്ങൾക്കല്ലാതെ സ്വന്തം രാജ്യത്തിന് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും ഒരുപാട് സ്വപ്നം കണ്ട ഒരുപാട് പേരുണ്ട് അല്ലേ. നമ്മളെ ചരിത്രത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒരാളെ പേര് ഇവിടെ എക്സാമ്പിളായിട്ട് തന്നിട്ടുണ്ട്, നെൽസൺ മണ്ടേല. ഇനി ബാക്കിയുള്ള 2 പേര് നിങ്ങളോട് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഗാന്ധിജി അല്ലേ, ഗാന്ധിജി നമ്മുടെ രാജ്യത്തിന് വേണ്ടിയൊക്കെ ഒരുപാട് പ്രയത്നിച്ച ആളാണ് അല്ലേ, ഫ്രീഡം നേടിത്തരാനും ഒക്കെ. അതുപോലെ മദർ തെരേസ എന്താണ്, ഒരുപാട് കുഷ്ഠരോഗികൾക്കും ഒരുപാട് സ്വന്തം ജീവിതം ത്യജിച്ചിട്ട് ചെയ്ത ആളാണ് അല്ലേ. ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് പോവാം കേട്ടോ. ഗാന്ധിജി വാസ് പാഷനേറ്റ് അബൌട്ട് അച്ചീവിങ് ഇൻഡിപെൻഡൻസ് ഫോർ അവർ മദർലാൻഡ്. ഹി സ്പെയർഡ് നോ എഫേർട്ട് ഫോർ ദിസ്. Here is an account of Gandhiji's tour of England, during which he explains his idea of a free India. Read on. അപ്പോൾ ഇതിൽ പറയുന്നത് ഗാന്ധിജി ഇംഗ്ലണ്ടിലേക്ക് ടൂർ പോയപ്പോഴുള്ള അവിടെ പങ്കുവെച്ച കുറേ കാര്യങ്ങളാണ് കേട്ടോ. ഡ്രീംസ് റിയലൈസ്ഡ് എന്നാണ് മഹാദേവ് ദേശായി. During his visit to England, Gandhiji attended many meetings that were organized to honor him. The students of France organized a reception for a spiritual ambassador of India.
They welcomed him as one bringing light to the exploitation blinded West and acting as a healing balm to the war-weary Europe. നോക്കാം, നമുക്കതിൻ്റെ മീനിങ് ഒന്ന് നോക്കാം. ഓക്കെ, ഗാന്ധിജിയുടെ ഇംഗ്ലണ്ട് സന്ദർശന സമയത്ത് ഒരുപാട് മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യേണ്ടി വന്നു. അങ്ങനെയുള്ള സമയത്താണ് ഫ്രാൻസിലെ സ്റ്റുഡൻസുകളെല്ലാവരും കൂടി തയ്യാറാക്കിയ ഒരു മീറ്റിങ്ങിൽ അദ്ദേഹത്തിന് പങ്കെടുക്കേണ്ടി വന്നത്. അവർ ഗാന്ധിജിയെ വിളിച്ചിരുന്നത് സ്പിരിച്വൽ അംബാസിഡർ ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യയുടെ ആത്മീയ സന്ദേശവാഹകൻ എന്നാണ് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തിരുന്നത്. അദ്ദേഹത്തെ ബഹുമാനിക്കാനും ആദരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ മീറ്റിങ്ങുകൾ നടത്തിയിരുന്നത് കേട്ടോ. അങ്ങനെ they welcomed him as one bringing light to the exploitation blinded West and acting as a healing balm to the war-weary Europe. എന്താണ് ഈ പലതരത്തിലുള്ള ചൂഷണങ്ങൾക്ക് വിധേയമായവരുണ്ട് അവർ, അല്ലേ? അവിടെ അതുപോലെ യുദ്ധത്തിലൊക്കെ പെട്ടിട്ട് പല ചൂഷണങ്ങൾക്ക് വിധേയമായ ആളുകൾ അദ്ദേഹത്തെ എങ്ങനെയാണ് കണ്ടത്? ഒരു പ്രകാശം, കത്തുന്ന പ്രകാശമായിട്ടാണ് കണ്ടത്. ചൂഷണത്തിൽ ഇടപെട്ട് ഇരയായവരൊക്കെ ഒരു ഹീലിംഗ് ബാം എന്ന് പറഞ്ഞാൽ എന്താ, വേദന സംഹാരിയായിട്ട് അദ്ദേഹത്തെ അവർ കണ്ടു. അതായത് എന്താണ്, പലതരത്തിലുള്ള ചൂഷണങ്ങൾക്ക് ഇരയായവർക്ക് ഒരു ബ്രൈറ്റിംഗ് ലൈറ്റായിട്ടും കത്തുന്ന വെളിച്ചമായിട്ടും, പിന്നെ യുദ്ധത്തിൽ പെട്ട് ചൂഷണത്തിന് ഇരയായവർക്കൊരു എന്തായിട്ട് വേദന സംഹാരിയുമായിട്ടാണ് അദ്ദേഹത്തെ അവർ കണ്ടത്. ഇനി ഇൻ ഹിസ് റിപ്ലൈ ഗാന്ധിജി അഡ്രസ്ഡ് ദം ആസ് ഫ്രണ്ട്സ് ആൻഡ് ഫെലോ സ്റ്റുഡൻസ്. അദ്ദേഹത്തിൻ്റെ മറുപടി പ്രസംഗത്തിൽ ഗാന്ധിജി അവരെ അഡ്രസ്സ് ചെയ്തത് എങ്ങനെയാണ്? ഫ്രണ്ട്സ്, എൻ്റെ സുഹൃത്തുക്കളും, ഫെലോ സ്റ്റുഡൻസ്, എൻ്റെ കൂട്ടുകാരും, എൻ്റെ സ്റ്റുഡൻസും എന്ന രീതിയിലാണ് അവരെ മറുപടി പ്രസംഗത്തിൽ അദ്ദേഹം അഡ്രസ്സ് ചെയ്തത്. Since I visited France as a student to see the exhibition at Paris in 1819, I have learned something of the traditions of your country. അങ്ങനെ അദ്ദേഹം അവരോട് പറഞ്ഞു, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഫ്രാൻസിലേക്ക് വന്നിട്ടുണ്ട്, ഒരു എക്സിബിഷന് ഭാഗമായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. എന്നാണ്? 1890 ഞാൻ വന്നിട്ടുണ്ട്. ഐ ഹാവ് ലേൺ സംതിങ് ഓഫ് ദ ട്രഡീഷൻ. ഞാൻ നിങ്ങളുടെ ട്രഡീഷൻസും കൺട്രീസിൻ്റെ ട്രഡീഷൻസൊക്കെ ഞാനിവിടെ വന്നിട്ട് പഠിച്ചിട്ടുണ്ട്. ആൻഡ് ഓഫ് ദ ടീച്ചിങ് ഓഫ് റൂസോ ആൻഡ് വിക്ടർ ഹ്യൂഗോ. ഞാൻ എന്താണ് റൂസോൻ്റെയും ഹ്യൂഗോൻ്റെയൊക്കെ ടീച്ചിങ്ങിനെ കുറിച്ചിട്ടൊക്കെ ഞാനിവിടെ വന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. നൗ ഓൺ മൈ എൻറ്ററിങ് അപ്പോൺ മൈ മിഷൻ, മൈ വെരി ഡിഫിക്കൾട്ട് മിഷൻ ഇൻ ഇന്ത്യ, ഇറ്റ് ഹേർട്ടഡ് മീ ടു ഫൈൻഡ് എ വെൽക്കം ഫ്രോം യു. അവിടെ എന്താ പറഞ്ഞത്? ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഞാൻ ഇന്ത്യയുടെ ഒരു ദൗത്യവുമായിട്ടാണ്, ഒരു മിഷനുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ബുദ്ധിമുട്ടേറിയ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു മിഷനുമായിട്ടാണ്. എന്താണ്? ആ സമയത്ത് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുക എന്നുള്ളൊരു ദൗത്യത്തിന് വേണ്ടിയിട്ടാണ് ഗാന്ധിജി അവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ആ കാര്യം അവരോട് പറഞ്ഞു കേട്ടോ. He expounded the message of non-violence to the youth. He explained that non-violence was no weapon of the weak but of the strongest, that strength was not mere strength of muscle. എന്താ ഇവിടെ പറയുന്നത്? അദ്ദേഹം ഗാന്ധിജി എന്ത് ചെയ്തു? നോൺ വയലൻസിനെ കുറിച്ചിട്ട് അവിടെ ഒരു സന്ദേശം കൊടുത്തു. നോൺ വയലൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അഹിംസ, അക്രമം ഇല്ലാത്ത അവസ്ഥ. ആ ഒരു അഹിംസയെക്കുറിച്ച് അവിടെ ഒരു സന്ദേശം കൊടുത്തു. അദ്ദേഹം നോൺ വയലൻസിനെ കുറിച്ച്, അതായത് അഹിംസയെക്കുറിച്ചിട്ട് അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങളൊക്കെ അവിടെ ഷെയർ ചെയ്തു. എന്ത് പറഞ്ഞു? ദ എക്സ്പ്ലെയിൻ ദ നോൺ വയലൻസ് വാസ് നോ വെപ്പൺ ഓഫ് ദ വീക്ക് ബട്ട് ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ്. എന്താ പറയുന്നത്? നോൺ വയലൻസ് എന്ന് പറയുന്നത്, അതായത് അക്രമം ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് ഒരു നല്ലൊരു പേഴ്സൺക്ക് അത് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഒരു സ്ട്രെങ്ത്തായി മസിലുള്ള ആൾക്കോ അല്ല ഒരു വീക്കായ ആൾക്കോ അത് നേടിയെടുക്കാൻ കഴിയില്ല. സ്ട്രോങ് ആയിട്ട് മൈൻഡുള്ള ആൾക്കേ അത് നേടിയെടുക്കാൻ കഴിയുള്ളൂ എന്നാണ് പറയുന്നത്. ടു എ നോൺ വയലൻറ്റ് മാൻ സ്ട്രെങ്ത് ഓഫ് മസിൽ ഈസ് നോട്ട് നെസസറി ബട്ട് എ സ്ട്രോങ് ഹേർട്ട് ഈസ് ആൻ അബ്സൊല്യൂട്ട്ലി നെസസിറ്റി. ഇവിടെ ഒരു ദുർബലനായ ശരീരം എന്ന് ഉദ്ദേശിക്കുന്നത് സ്ട്രോങ് ആയിട്ടുള്ള മനസ്സ് എന്നാണ്. അപ്പോൾ ഒരു ദുർബലനായ ശരീരമുള്ളവർക്കല്ല, ഒരു സ്ട്രോങ് ആയിട്ടുള്ള മനസ്സുള്ളവർക്കേ അത് നേടിയെടുക്കാൻ കഴിയൂ എന്നാണ് പറയുന്നത്. To kill and to be killed in fighting an enemy are acts of bravery, but to stand the blows of your adversaries and not to retaliate is greater
from to bravery. ഉറപ്പായും കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യുക എന്നുള്ളത് ഒരു ധൈര്യത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ഇങ്ങോട്ട് ചെയ്തതിന് പ്രതികാരമായിട്ട് ചെയ്യാതിരിക്കുന്നതും ശക്തമായൊരു ധൈര്യം തന്നെ. അതായത് ഇവിടെ പറയുന്നത് കൊല്ലപ്പെടുക എന്ന് പറഞ്ഞ ധൈര്യം തന്നെയാണ്. പക്ഷേ നമ്മുടെ ഉപദ്രവിച്ചവരുടെ നേരെ നമ്മളത് മനസ്സിൽ വെച്ച് പ്രതികാരം ചെയ്യാതിരിക്കുക എന്നത് ഏറ്റവും വലിയ ഒരു ധൈര്യം തന്നെയാണ് അല്ലേ. അപ്പോൾ ഇവിടെ പറയുന്നത് അതാണ്. അടുത്ത നോക്കാം. ദാറ്റ് ഈസ് precisely what India has been training herself for. അപ്പോൾ അങ്ങനെയുള്ള ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വലിയ കാര്യമാണ് അല്ലേ. അപ്പോൾ അതിനാണ് ഇന്ത്യ ഇപ്പോൾ ശ്രമിക്കുന്നത് എന്നാണ് ഗാന്ധിജിയുടെ പറയുന്നത്. In one of his speeches, he brought out the relation between education and non-violence. He said, real education consists not in packing the brain with facts and figures, not is passing examinations by reading numerous books, but in developing character. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ എഡ്യൂക്കേഷൻ എന്നുള്ളത് എന്താണെന്നാണ് പറയുന്നത്. റിയൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു എക്സാം എഴുതി പാസ്സാവുക അല്ലെങ്കിൽ കുറേ ബുക്ക് വായിക്കുക എന്നുള്ളതല്ല. മറിച്ച് എന്താണ്, നമ്മളെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് ചെയ്യുക, നമ്മളെ സ്വഭാവം ശുദ്ധീകരിക്കുക, നമ്മളെ പെരുമാറ്റം ശുദ്ധീകരിക്കുക, ഇതാണ് എന്നുള്ളതാണ് ഗാന്ധിജിയുടെ വിഷൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ചിലൂടെ അദ്ദേഹം പറയുകയാണ്, യഥാർത്ഥ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞത് എക്സാം എഴുതി പാസ്സാവുകയോ അല്ലെങ്കിൽ കുറേ ബുക്ക് വായിക്കുകയോ ഒന്നുമല്ല, മറിച്ച് എന്താണ്, നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാവുക എന്നുള്ളതാണ് എന്നാണ് ഗാന്ധിജിയുടെ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ചിലൂടെ പറഞ്ഞത്. I can say that if you explore the possibilities of non-violence, you will find that without character it will prove a profitable study. In a moment such as we are conducting in India, we need the intellectual sympathy of the whole world. ഇപ്പോൾ ഗാന്ധിജി ഇവിടെ പറയുന്നു, നമ്മൾ ഒരുപാട് പഠിച്ചു അല്ലേ, ബുക്ക് വായിച്ചു, എക്സാം എഴുതി പാസ്സായി, പക്ഷേ എന്ത് ചെയ്തു, വിത്തൗട്ട് ക്യാരക്ടർ ഇറ്റ് വിൽ പ്രൂവ്. ആ ഒരു എഡ്യൂക്കേഷൻ കൊണ്ട് നമ്മളെ ക്യാരക്ടർ നന്നായില്ല, അല്ലെങ്കിൽ നമ്മളെ സ്വഭാവം നന്നാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ആ ഒരു എഡ്യൂക്കേഷനെ കൊണ്ട് ഒരു കാര്യവുമില്ല എന്നാണ് ഗാന്ധിജി പറയുന്നത്. ഇൻ എ മോമെൻറ്റ് സച്ച് ആസ് വി ആർ കണ്ടക്ടിങ് ഇൻ ഇന്ത്യ, വി നീഡ് ദ ഇൻ്റലക്ച്വൽ സിമ്പതി ഓഫ് ദ ഹോൾ വേൾഡ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മൂവ്മെൻറ്റിലേക്ക് ഞങ്ങൾ നടത്തുന്ന ഇന്ത്യയിലേക്ക് ലോകത്ത് മൊത്തം രാജ്യക്കാരെ ഒരു സിമ്പതി വേണം എന്നാണ് ഗാന്ധിജി ഈ ഒരു സ്പീച്ചിലൂടെ പറയുന്നത്. Score of letters came to Gandhiji daily from all parts of Britain and continents, welcoming him and expressing sympathy for his mission. All friends who knew him years ago as a young student turned up to see him, and all the English friends, including civil servants, made a point of renewing the friendship. അങ്ങനെ അദ്ദേഹത്തിന് ഒരുപാട് ലെറ്റേഴ്സ് ദിവസം വരുമായിരുന്നു കേട്ടോ. ബ്രിട്ടനിൽ നിന്നും പല രാജ്യത്തു നിന്നും അദ്ദേഹത്തിന് ഒരുപാട് ഈ ഒരു മിഷൻ ഇന്ത്യ നടത്താൻ വേണ്ടിയിട്ട് അതിനെ സിമ്പതി കൊണ്ട് നേരിടാൻ വേണ്ടി ഒരുപാട് ലെറ്റേഴ്സ് പല രാജ്യത്തു നിന്നും ഗാന്ധിജിക്ക് എത്തുമായിരുന്നു. ഓൾഡ് ഫ്രണ്ട്സ് ഹു ന്യൂ ഹിം ഇയേഴ്സ് ഒക്കെ, കുറേ വർഷം മുന്നേ ഉള്ള ഫ്രണ്ട്സൊക്കെ എന്താണ് ഫ്രണ്ട്ഷിപ്പ് പുതുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ലെറ്റേഴ്സ് എഴുതിയ. അതുപോലെ ഇംഗ്ലീഷ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഒരുപാട് ഇംഗ്ലീഷ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഗാന്ധിജിക്ക്. ഇംഗ്ലണ്ടിൽ വളർന്ന ഒരുപാട് ബ്രിട്ടീഷുകാരായ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരൊക്കെ ഗാന്ധിജിക്ക് വീണ്ടും ആ ഫ്രണ്ട്ഷിപ്പ് പുതുക്കാനായിട്ട് വീണ്ടും കാണാൻ വേണ്ടി വരികയും ചെയ്തു കേട്ടോ. 5ാമത്തെ പാരഗ്രാഫ് നോക്കാം. ഈവൻ സെലിബ്രിറ്റീസ് ഹു ഹാഡ് ഹിയർഡ് അബൌട്ട് ഹിം few would believe that when Gandhiji was told that Mr. Charlie Chaplin would like to see him, he innocently asked who that distinguished person was. But as soon as he was told that Mr. Charlie came from the people and lived for the people and that he had made millions laugh, he agreed to meet him.
അങ്ങനെ ലോകരാജ്യം മുഴുവൻ ഗാന്ധിജിയെക്കുറിച്ചുള്ള ഈ വാർത്ത പരന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ഗാന്ധിജിയെ കാണാൻ വേണ്ടി ഒരുപാട് സെലിബ്രിറ്റീസൊക്കെ ആഗ്രഹം പ്രകടിപ്പിച്ചു. അതുപോലെ തന്നെ മിസ്റ്റർ ചാർലി ചാപ്ലിൻ ലൈക്ക് ടു സീ ഹിം. ചാർലി ചാപ്ലിൻ ഗാന്ധിജിയെക്കുറിച്ച് അറിയുകയും അദ്ദേഹത്തെ കാണാൻ ആവശ്യപ്പെടുകയും ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തപ്പോൾ ഇന്നസെൻ്റ്ലി പറഞ്ഞാൽ ദയനീയമായിട്ട് ചോദിച്ചു. ഗാന്ധിജി ചോദിച്ചു, ഏതാണ് ആ ബഹുമാനപ്പെട്ട മനുഷ്യൻ എന്ന് ഗാന്ധിജിയല്ല ചാർലി ചാപ്ലിനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ചാർലി ചാപ്ലിനെ അറിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ അദ്ദേഹത്തെക്കുറിച്ച് അറിയുകയും മിസ്റ്റർ ചാപ്ലിൻ കെയിം ഫ്രം ദ പീപ്പിൾ ആൻഡ് ലിവ്ഡ് ഫോർ ദ പീപ്പിൾ. അദ്ദേഹം ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ഒരാളാണെന്നും ആൻഡ് ദാറ്റ് ഹി മെയ്ഡ് മില്യൺ ലാഫ് ഹി അഗ്രീഡ് ടു മീറ്റ് ഹിം. അല്ലേ, 1,000,000 ആളുകളെ ചിരിപ്പിക്കുന്ന ആളാണ് എന്നൊക്കെ അറിഞ്ഞപ്പോൾ അദ്ദേഹം കാണാൻ താല്പര്യം പ്രകടിപ്പിച്ചു. ചാപ്ലിൻ ഹാഡ് evidently heard of Gandhiji's spinning wheel, and the very first question he asked was why Gandhiji was against. The question delighted Gandhiji, who explained to him in detail why the 6 months unemployment of the whole peasant population of India made it important for him to restore them. Gandhiji said, in clothes and food every nation should be self-continent. We were self-continent and want to be so again. അങ്ങനെ ചാർലി ചാപ്ലിനെ ഗാന്ധിജി മീറ്റ് ചെയ്യുകയും ഫസ്റ്റ് ചോദ്യം ചാർലി ചോദിച്ചത് എന്താണ്? ഗാന്ധിജിയെ കുറിച്ച് അറിയാവുന്ന ചാപ്ലിൻ ചോദിച്ചത് എന്തുകൊണ്ടാണ് ഗാന്ധിജി ആ ചക്രം കണ്ടിട്ടില്ലേ, അത് യൂസ് ചെയ്തിട്ടുള്ള അതാണല്ലോ, മെഷീനല്ലല്ലോ, അത് ഓട്ടോമാറ്റിക് അല്ലല്ലോ. അപ്പോൾ ഫസ്റ്റ് ചോദ്യം ചാപ്ലിൻ ചോദിച്ചത് എന്തുകൊണ്ടാണ് ഗാന്ധിജി മെഷീനറിക്ക് എഗെയിൻസ്റ്റ് ആവുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ ഗാന്ധിജി പറഞ്ഞു, ഗാന്ധിജി ഹു എക്സ്പ്ലെയിൻ ടു ഹിം to detail why the 6 months unemployment of the whole peasant population of India. എന്താ പറഞ്ഞത്? ഗാന്ധിജിക്ക് ആ ചോദ്യം ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ എന്നിട്ട് ഗാന്ധിജി പറഞ്ഞു എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഗാന്ധിജി ഇന്ത്യയിൽ കുറച്ച് കാലം അൺഎംപ്ലോയ്മെൻ്റ് ആണ്, തൊഴിലില്ലാത്ത അവസ്ഥയായിരുന്നു. ആ സമയത്ത് പെസൻ്റ് എന്ന് പറഞ്ഞാൽ കർഷകർക്കൊക്കെ പട്ടിണിയിലാണ്. അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗാന്ധിജി ചെയ്തത് എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഗാന്ധിജി എന്തു പറഞ്ഞു? ഇൻ ക്ലോത്ത്സ് ആൻഡ് ഫുഡ് എവറി നാഷൻ ഷുഡ് ബി സെൽഫ് കോണ്ടിനെൻറ്റ്. എന്താണ്? ഫുഡിൻ്റെ കാര്യത്തിലും വസ്ത്രത്തിൻ്റെ കാര്യത്തിലും എല്ലാ രാജ്യവും സ്വയം പര്യാപ്തരാവണം എന്ന് പറഞ്ഞ് ഇന്ത്യ അങ്ങനെയുള്ള രാജ്യമായിരുന്നു. എന്നാൽ ആ അവസ്ഥയല്ല ഇപ്പോൾ, അത് വീണ്ടും ഞങ്ങൾക്ക് തിരിച്ചെടുക്കണം എന്നുമാണ് ഗാന്ധിജി കൂട്ടിച്ചേർത്തത്. There were requests from various women's organizations for an address by Gandhiji, and he addressed the Women's India Council in Morley College Hall. At this meeting, Gandhiji took the opportunity of correcting various nations about the women of India. He presented a vivid picture of the heroic part they played during the freedom struggle. No hindrance have been placed in the way of their entering public life. For several years, when our organizations were declared illegal and those in charge of them put into prison, it was the women who came to the forefront and filled the jails. അങ്ങനെ അവിടെയുള്ള വുമൺസ് സംഘടനകൾ, സ്ത്രീകളുടെ സംഘടനകളെല്ലാം ഗാന്ധിജിയെ തേടി വന്നു. ഗാന്ധിജി അവരുടെ സംഘടനയിൽ പോയി സംസാരിക്കണം എന്നുള്ള ഓരോ ക്ഷണങ്ങൾ ഗാന്ധിജിയെ തേടിയെത്തി. അങ്ങനെ ഇന്ത്യ കൗൺസിൽ മോറൽ കോളേജ് ഹാളിൽ വെച്ചിട്ട് അങ്ങനെ ഒരു മീറ്റിംഗ് നടന്നു. ഗാന്ധിജി ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്താക്കി, ഇന്ത്യൻ വുമൺസിൻ്റെ ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ ശ്രദ്ധ നേടാൻ വേണ്ടി ഈ ഒരു മീറ്റിംഗ് ഉപയോഗിച്ചു. ഹി പ്രോമിസ്ഡ് എ വിവിഡ് പിക്ചർ ഓഫ് ദ ഹെറോറിക് പാർട്ട് ദേ പ്ലേഡ് ഡ്യൂറിങ് ദ ഫ്രീഡം സ്ട്രഗിൾ. ഇന്ത്യയിലെ സ്ത്രീകൾ ഒരുപാട് ഫ്രീഡം സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസരം അത് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഇന്ത്യൻ സ്ത്രീകളുടെ ഫ്രീഡം സ്ട്രഗിൾ
ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വേദി ഗാന്ധിജി ഉപയോഗിച്ചു. ഈ ഒരു വേദിയിലൂടെ എന്ത് ചെയ്തു, വിവിധ ഭാഗങ്ങൾ, അതായത് ഇന്ത്യയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ഫ്രീഡം സ്ട്രഗിളും എല്ലാം അദ്ദേഹം ചിത്രീകരിക്കാൻ വേണ്ടി ഉപയോഗിച്ചു. No hindrance have been placed in the way of their entering public life. ഇതിലെ സ്ത്രീകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. നോ ഹിൻഡ്രൻസ് ഹാവ് ബീൻ പ്ലേസ്ഡ് ഇൻ ദ വേ ഓഫ് ദെയർ എൻറ്ററിങ് പബ്ലിക് ലൈഫ്. അല്ലേ, പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർ സഹിക്കുന്നുണ്ട്. സോ സെവറൽ ഇയേഴ്സ് വെൻ അവർ ഓർഗനൈസേഷൻ were declared illegal and those in charge of them put into prison, it was the women who came to the front and filled the jail. ഇങ്ങനെയുള്ള വുമൺസിൻ്റെ ഓർഗനൈസേഷൻ സംഘടനകളൊന്നും ബ്രിട്ടീഷ് ഗവൺമെൻറ് അംഗീകരിക്കാത്തത് കൊണ്ട് തന്നെ ഇതിലേക്ക് മുന്നിട്ടിറങ്ങി വരുന്ന വുമൺസിനെ എല്ലാം അവർ ജയിലിലടക്കുമായിരുന്നു. പക്ഷേ ഇതൊന്നും അവരെ, ഈ വുമൺസ് ഓർഗനൈസേഷനെ ബാധിക്കാതെ തന്നെ അവർ. He then went on to describe how they came out of their homes in one mass and showed an awakening which was miraculous. പിന്നീട് എങ്ങനെയാണ് ഈ സ്ത്രീകൾ എങ്ങനെയാണ് അവർ സ്ത്രീ ശാക്തീകരണത്തിന് വിജയിച്ചതെന്നും എങ്ങനെയാണ് അങ്ങനെ ഒരു അത്ഭുതം സംഭവിച്ചത് എന്നും ഗാന്ധിജി തൻ്റെ സ്പീച്ചിലൂടെ വിശദീകരിക്കുകയുണ്ടായി. They took part in processions, defied the law and bore the lathi blows without raising a little finger. It was not learned women like Sarojini Naidu, but hundreds of unlettered women who had borne lathi blows to the head, bleeding profusely whilst standing unflinchingly, ordering their companions not to move. പൊതുജന മധ്യത്തിൽ അവരെന്ത് ചെയ്തു, ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ആ നിയമത്തിനെതിരായിട്ട് പ്രതികരിക്കുകയും പിന്നെ എന്താണ് അതിലൂടെ അവർക്ക് ഒരുപാട് ലാത്തി ചാർജൊക്കെ കിട്ടുകയും എന്നാൽ അതൊന്നും വകവെക്കാതെ അവരതിനായിട്ട് പോരാടുകയുമാണ് ചെയ്തത്. ഒരു ചെറു വിരൽ പോലും ആ വേദനയ്ക്കെതിരെ കടിച്ചമർത്തി എന്നാണ് പറയുന്നത്. അതെല്ലാം സഹിച്ചു അവരവരുടെ ഫ്രീഡത്തിന് വേണ്ടിയിട്ട് ഈ വുമൺസ് ഓർഗനൈസേഷനിലൂടെ പ്രതികരിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. ലാത്തി കൊണ്ടുള്ള അടിയും ബ്ലീഡിങ്ങും ഒക്കെ ഒന്നും വകവെക്കാതെ അവർ ആ പൊതുജന സമ്മേളനത്തിൽ, അതായത് ആ ഒരു ഫൈറ്റിൽ അവർ പങ്കെടുത്തു എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. എഡ്യൂക്കേഷനുള്ള സരോജിനി നായിഡുവിനെ പോലെയുള്ള ആളുകൾ മാത്രമല്ല, അൺലേൺഡ് വുമൺസും ഇതിൽ ഈ ഒരു ഓർഗനൈസേഷനിൽ പങ്കെടുത്തിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് സ്ത്രീകൾ ഈ ബ്ലീഡിങ് ഉണ്ടായിട്ടും ബ്രിട്ടീഷുകാരുടെ ഈ ഒരു അടിച്ചമർത്തലിലൊന്നും പതരാതെ അവർ എല്ലാ വേദന സഹിച്ചുകൊണ്ടും അതിൽ പങ്കെടുത്തു. ഇത്രയൊക്കെ സഹിച്ചിട്ടും അടി പതറാതെ അവർ ആ സമരത്തിൽ പങ്കെടുത്തു. ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം. 7th one. About Indian independence, Gandhiji made his point of view clear at many a meeting. I am not here to beg for independence, but I have come as a result of last year's suffering. There is no such thing as a gift of independence from one nation to another. I am here to testify that we shall continue the process of self-sacrifice until at last no Britisher will want to remain in India as a ruler. ഇവിടെ ഗാന്ധിജിയുടെ വാക്കുകളാണ് അബൌട്ട് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് അല്ലേ. ഗാന്ധിജി ആ ഒരു പല മീറ്റിങ്ങിലും തൻ്റെ വ്യൂസ് ഓഫ് പോയിൻറ്റ്സ് അല്ലേ ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഐഡിയകളും എല്ലാ മീറ്റിങ്ങിലും പറഞ്ഞിട്ടുണ്ട്. ഐ എം നോട്ട് ഹിയർ ടു ബെഗ് ഫോർ ഇൻഡിപെൻഡൻസ്.
ഞാൻ നിങ്ങളോട് യാചിക്കാനൊന്നുമല്ല, ഇൻഡിപെൻഡൻസിന് വേണ്ടി യാചിക്കാനൊന്നുമല്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അല്ലേ, ഞങ്ങൾ ത്യജിച്ച ആ ഒരു ഇൻഡിപെൻഡൻസിന് വേണ്ടി സഫർ ചെയ്ത റിസൾട്ട് കഴിഞ്ഞ ഇയറിൽ ഞങ്ങൾ സഫർ ചെയ്തത് കാരണമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോട് ഇൻഡിപെൻഡൻസിന് വേണ്ടി ബഗ് ചെയ്യുന്നില്ല, യാചിക്കുന്നില്ല. ദർ ഈസ് നോ സച്ച് തിങ് ആസ് എ ഗിഫ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് ഫ്രോം ദ നാഷൻ ടു അനദർ. ഒരു ഗിഫ്റ്റും വേറൊരു നാഷനിൽ നിന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഐ ആം ഹിയർ ടു testify that we shall continue to process self-sacrifice until at last no British will want to remain in India as a ruler. എന്താണ് ഗാന്ധിജി ഇവിടെ പറയുന്നത്? ഒരു ബ്രിട്ടീഷ് പൗരൻ പോലും അവിടെ ഒരു നിയമവും വരുത്തില്ല, ഒരു റൂള് കൊണ്ടുവരില്ല എന്ന് ആവും വരേക്കും ഞങ്ങൾ ഇൻഡിപെൻഡൻസിന് വേണ്ടി, ഫ്രീഡത്തിന് വേണ്ടി പൊരുതും എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. At the Federal Structure Committee of the Round Table Conference, Gandhiji spoke about his dream of independent India. If I want freedom for my country, I do not want that freedom in order that I may exploit any other race upon earth or any single individual. പിന്നീട് ഗാന്ധിജി നമ്മുടെ റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ വെച്ചിട്ട് സ്വതന്ത്ര ഇന്ത്യയെക്കുറിച്ചിട്ടുള്ള കൺസെപ്റ്റ് പറയാണ്. എന്താണ് പറയുന്നത്? ഈ സ്വതന്ത്ര ഇന്ത്യ, ഫ്രീഡം വേണം ഞങ്ങൾക്ക്, പക്ഷെ ആ ഫ്രീഡം ഒരിക്കലും മറ്റുള്ള രാഷ്ട്രത്തെയോ മറ്റുള്ള ജനങ്ങളെയോ ബുദ്ധിമുട്ടിച്ച് കൊണ്ടുള്ളതാവരുത്. അതായത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ഞങ്ങൾക്ക് അവകാശപ്പെട്ട ഞങ്ങളുടെ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് ലഭിക്കണമെന്ന് ഗാന്ധിജി പറയുന്നു. 9th one, thus Gandhiji, along with all the other freedom fighters, persuaded the British ruler to give India her legitimate independence, which in his words was her birthright. The dream of independence was accomplished by his inimitable method of unwavering non-violence and non-cooperation. ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമര സേനാനികളും നിരന്തരം സമ്മർദ്ദം ചെലുത്തിയതിൻ്റെ ഫലമായിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് ഇന്ത്യയുടെ ഫ്രീഡം കൊടുക്കേണ്ടി വന്നു അല്ലേ, ഇൻഡിപെൻഡൻസ് ആക്കി കൊടുക്കേണ്ടി വന്നു. ഇന്ത്യയുടെ അവകാശമായിരുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യം അല്ലേ. അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാർക്ക് കൊടുക്കേണ്ടി വന്നു. എന്തിൻ്റെ ഫലമായിട്ട്? ഗാന്ധിജിയുടെയും ഈ സ്വാതന്ത്ര്യ സമര പ്രവർത്തകരുടെയും ഇടപെടൽ കാരണം അവർക്ക് ഈ സ്വതന്ത്ര ഇന്ത്യയെ കൊടുക്കേണ്ടി വന്നു. ഏത് സാഹചര്യത്തിലും അദ്ദേഹത്തിൻ്റെ ഐഡിയയിൽ ഉറച്ചു നിന്നു. അതായത് അഹിംസയിലും അക്രമരഹിതമായ എല്ലാ ഇതിലും ഉറച്ചു നിന്നതുകൊണ്ടാണ് ഈ ഒരു ഫ്രീഡം നേടിയെടുത്തത്. അപ്പോൾ ഇതാണ് ചാപ്റ്റേഴ്സിൻ്റെ മീനിങ്. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എല്ലാവരും പാഠം നന്നായിട്ട് റീഡ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയറും ചെയ്യുക കേട്ടോ. ബൈ ബൈ.